കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ കോൺഗ്രസ് പ്രതിഷേധം. ടോൾ പിരിവ് പ്രവർത്തകർ തടയുന്നു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിക്കുന്നതുൾപ്പെടെ ഉയർത്തിയാണ് പ്രതിഷേധം. രാഹുൽ കെ വിയുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, പ്രതിഷേധം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഇപ്പോഴവിടെ? എന്താണ് പ്രതിഷേധക്കാരുടെ ആവശ്യം? പൂർണ്ണമായും ടോൾ പിരിവ് നിർത്തിവെക്കണം എന്നതാണോ ഈ സർവീസ് റോഡുകൾ പണി പൂർത്തിയാകുന്നത് വരെ? മോത്തി, കോൺഗ്രസിന്റെ പ്രതിഷേധം താൽക്കാലികമായി ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. കാരണം പ്രതിഷേധിച്ചവരെ ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ടോൾ പിരിവ് സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാകാതെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെ ടോളിൽ നിന്ന് ഒഴിവാക്കിയുമുള്ള നടപടി വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത്. ഇന്നലെ രാവിലെ 8 മണി മുതലാണ് ഈ പ്ലാസയിൽ ടോൾ പിരിവ് തുടങ്ങുകയും ചെയ്തത്. ഇന്നലെ തന്നെ കോൺഗ്രസ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെയും നേതാക്കളെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഇന്ന് രാവിലെ തന്നെ പ്രവർത്തകർ വീണ്ടും പ്രതിഷേധവുമായി എത്തി. ആദ്യമേ ഈ റോഡിനരികിൽ നിന്ന് പ്രതിഷേധിച്ചു. പിന്നീട് ഒരു ട്രാക്കിലേക്ക് കയറി അവിടെ ടോൾ പിരിവ് തടയുകയും ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ഏതായാലും നേതൃത്വത്തെ കലക്ടർ ചർച്ചയ്ക്ക് വിളിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റ് നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. അദ്ദേഹം തത്സമയം ചേരുന്നുണ്ട്. ഇനി ഭാവി കലക്ടറുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണല്ലേ? കാരണം ഞങ്ങൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ട്. ഇതിൻ്റെ ഈ ദേശീയപാത നിർമ്മിച്ചുള്ള സർവീസ് റോഡുകൾ പൂർണ്ണമായും ഗതാഗത സജ്ജമാക്കുക, ടോൾ പിരിവിൽ നിന്നും പ്രദേശത്തെ ഒഴിവാക്കുക. പെരുമണ്ണ, ഒളവണ്ണ, പന്തീരങ്കാവ് പ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ ആശുപത്രിയിൽ പോയി വന്നിട്ട് ടോൾ കൊടുക്കണം, കോളേജിൽ പോകുന്നതിന് ടോൾ കൊടുക്കണം, സ്കൂളിൽ പോകുന്നതിന് ടോൾ കൊടുക്കണം, നഗരത്തിൽ പോയി ടോൾ കൊടുക്കണം. അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തത് ഈ നാട്ടുകാർക്ക് വേണ്ടിയാണ്. ഇതിൽ വേറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ല, പൊതു താല്പര്യമാണ്. അതുമായാണ് ഞങ്ങൾ ഇന്നലെ സമരം ആരംഭിച്ചത്. ഞങ്ങൾ സമര പരമ്പരയുമായി വരുമെന്ന് പറഞ്ഞു. ഇന്ന് കാലം സമരമായി വന്നു. പക്ഷേ ഇന്നിപ്പം ജില്ലാ കളക്ടർ ഇടപെട്ട് ഇതൊരു മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ സമരത്തിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ വിജയമാണ് ഞങ്ങൾ കാണുന്നത്. കളക്ടർ മീറ്റിംഗ് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുമെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കും. അഥവാ ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇതിലും ശക്തമായ സമരവുമായി കോൺഗ്രസ് തിരിച്ചു വരും. ഹൈക്കോടതിയെ കൂടി സമീപിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നീതി പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു ഭാഗത്തിൽ നിയമപോരാട്ടം ഒരു ഭാഗത്തുണ്ട്. അത് നിയമപോരാട്ടമാണ്, ഇത് രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയ പോരാട്ടത്തിന് ആദ്യഘട്ടം ജയിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് കലക്ടറുടെ യോഗത്തിന് ശേഷം പറയാം. കലക്ടർ യോഗം തീരുമാനമായിട്ടില്ലെങ്കിൽ ഞാൻ DCC മുതൽക്ക് പറയുന്നു, അതിശക്തമായ സമരവുമായി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് വരും. ആ സാഹചര്യം കലക്ടർ ഉണ്ടാക്കില്ല, അധികൃതർ ഉണ്ടാക്കില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഇന്നലെയാണ് ടോൾ പിരിവ് ഇവിടെ ആരംഭിച്ചത്. പ്രദേശവാസികളെ സംബന്ധിച്ച് ആർക്കും തന്നെ ഇളവില്ലാത്ത രീതിയിലാണ് പിരിവ്. 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചുറ്റളവിലുള്ള ആളുകൾക്ക് പ്രതിമാസം 340 രൂപ പാസ് എന്ന നിലയിൽ ടോൾ പിരിവ് നടത്തുന്നുണ്ട്. പക്ഷേ ആർക്കും സൗജന്യമില്ലാത്ത നിലയിലാണ്. ഒപ്പം ഈ തൊട്ടടുത്ത് തന്നെയായി പുഴയുണ്ട്. സർവീസ് റോഡിൻ്റെ നിർമ്മാണങ്ങൾ പലയിടങ്ങളിലായി പൂർത്തിയാകാനുമുണ്ട്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ടോൾ പിരിവ് തുടങ്ങുകയും ചെയ്തത്. ഇത് രാമനാട്ടുകര വെങ്ങളം റീച്ചാണ്. ഇവിടെ ഈ